നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെ കാർലോ ആഞ്ചലോട്ടി 16-ാം തീയതി പ്രഖ്യാപിക്കും, മാർച്ച് 16-ന്. അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം തയ്യാറാക്കിയ പ്രിലിമിനറി ലിസ്റ്റിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇക്കാര്യം ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രസീലിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താലും ബ്രസീലിലെ വാർത്തയാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വിശ്വാസമാവണമെങ്കിൽ ഇറ്റലിക്കാരനായിട്ടുള്ള ഫബ്രീസിയോ റൊമാനോ പറയണം. ഫബ്രീസിയോയും അത് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണ്. ബ്രസീലിൽ നിന്നുള്ള വാർത്ത എത്ര വിശ്വാസയോഗ്യമാണെങ്കിലും അർജൻറ്റീനയുടെ വാർത്ത അർജൻറ്റീനക്കാർ പറഞ്ഞാലും അതൊന്നും വിശ്വാസയോഗ്യമല്ല പലപ്പോഴും. ഇവിടെ അതൊക്കെ ഇറ്റലിക്കാരൻ ഫബ്രീസിയോ പറഞ്ഞു. അതാണ് ഫബ്രീസിയോയുടെ റേഞ്ച്. ഏതായാലും നമുക്ക് വിശ്വാസമാണ് ഗ്ലോബോ പറഞ്ഞാൽ. ഗ്ലോബോ നേരത്തെ തന്നെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. നെയ്മർ ജൂനിയറെ ടീമിലേക്ക് എടുക്കാൻ വേണ്ടി പ്രിലിമിനറി ലിസ്റ്റിൽ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസീലിന് 2 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് ഈ മാസമുള്ളത്. ഒന്ന് ഫ്രാൻസിനെതിരെ മാർച്ച് 26-നാണ് ഇന്ത്യൻ സമയം, മാർച്ച് 27-ന് പുലർച്ചെ 1:30-നാണ് ആ കളി. രണ്ടാമത്തെ കളി മാർച്ച് 31-നാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1-ന് പുലർച്ചെ 5:30-ന് ക്രൊയേഷ്യക്കെതിരെ കളിക്കുന്നു. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡാണ് ഈ മാസം 16-ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിലേക്കാണ് പ്രിലിമിനറി ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിൽ നെയ്മറെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫബ്രീസിയോയുടെ റിപ്പോർട്ടിനെ നോക്കാം. അതിൽ അദ്ദേഹം പറയുന്നത്, നെയ്മർ ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ആസ് പാർട്ട് ഓഫ് ബ്രസീൽസ് പ്രീ ലിസ്റ്റ് ഫോർ സ്ക്വാഡ് ടു പ്ലേ ദി ലാസ്റ്റ് 2 ഫ്രണ്ട്ലി ഗെയിംസ് എഹെഡ് ഓഫ് ദി വേൾഡ് കപ്പ്. വേൾഡ് കപ്പിന് മുമ്പുള്ള 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാനുള്ള ബ്രസീൽ സ്ക്വാഡിൻ്റെ പ്രീ ലിസ്റ്റിൽ നെയ്മർ ജൂനിയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഫൈനൽ വേർഡിക്റ്റ് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. ഇത് ബ്രസീലിയൻ മാധ്യമപ്രവർത്തകൻ ലൂക്കാസ് മോസെറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് കോട്ട് ചെയ്തുകൊണ്ടാണ് ഏതായാലും ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറുടെ മത്സരം കാണാൻ വേണ്ടി സാൻഡോസിൻ്റെ അടുത്ത കളി അറ്റൻഡ് ചെയ്യും, അതായത് മിറാസോളിനെതിരെയുള്ള കളി അറ്റൻഡ് ചെയ്യുന്നതാണ് ഫബ്രീസിയോ പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ചെറിയ ട്വിസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നെയ്മർ ഒരു പക്ഷേ മിറാസോളിനെതിരെ കളിച്ചേക്കില്ല. ആഞ്ചലോട്ടി കളി കാണാനൊക്കെ റെഡി ആയിട്ട് എത്തുമ്പോൾ നെയ്മർ കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ട് ബ്രസീലിയൻ മാധ്യമങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് ഒന്നുകൂടി കൺഫേം ചെയ്യണം. അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ വാർത്തയെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പോൾ ഏതായാലും ഈ കാര്യം ഉറപ്പാണ്. നെയ്മർ ജൂനിയറെ പ്രിലിമിനറി ലിസ്റ്റിൽ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ നാളത്തെ മത്സരം കളിക്കുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. അതിനുശേഷം കൊറിന്ത്യൻസിനെതിരെയുള്ള കളി മാർച്ച് 15-നുണ്ട്. അതിൽ നെയ്മർ കളിക്കുമെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതിനുശേഷമായിരിക്കും ഫൈനൽ ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ നെയ്മർ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇപ്പോൾ ഏതായാലും പ്രിലിമിനറി ലിസ്റ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.